നമസ്കാരം. ലാൻഡ് ഓഫ് ലെറ്റേഴ്സ്, ലേക്സ് ആൻഡ് ലാറ്റക്സ്. ഇംഗ്ലീഷുകാർ അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ കോട്ടയത്തെക്കുറിച്ചാണ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് ഇന്ന് പൊതുജനം സ്പീക്കിംഗ് എത്തി നിൽക്കുന്നത്. മലമ്പ്രദേശങ്ങൾ, കായലുകൾ, പിന്നെ ഒപ്പം റബ്ബറിൻ്റെ രാഷ്ട്രീയം എല്ലാം കൂടി കിടക്കുന്ന മധ്യ തിരുവിതാംകൂറിൻ്റെ മനസ്സറിയുന്ന മണ്ണ്. അതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ സവിശേഷത. അവിടെയുള്ള എല്ലാവരിലും കൂടി രാഷ്ട്രീയം. എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ പറയാനും ചോദിച്ചു വാങ്ങിക്കാനും. അപ്പോൾ കോട്ടയംകാരുടെ മനസ്സിലിരിപ്പ് എന്തെന്നറിയാൻ നമ്മൾ അവർക്കിടയിലേക്ക് പോവുകയാണ്. സ്വാഗതം. പൊതുജന സ്പീക്കിംഗ് ഇവിടെ തുടങ്ങുന്നു. എങ്ങനെയാ, ആര് പിടിക്കും? ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് കാണുന്നത്. അതെ, മറ്റു ചാഴികാടനൊക്കെ മാറിയതൊക്കെ എല്ലാവരും ഒക്കെ ഉൾക്കൊണ്ടോ? കാരണം കോൺഗ്രസ് ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ഫ്രാൻസിസ് ജോർജിന്റെ കൂടെ. അല്ല, പക്ഷേ രാജ്യത്ത് എന്ത് ചിരിച്ചേ? ഒരു ചിരി. കഴിഞ്ഞ പ്രാവശ്യവും തോമസ് ചാഴികാടൻ രണ്ടിലല്ല, ഈ പ്രാവശ്യവും രണ്ടിലല്ല നിൽക്കും. കഴിഞ്ഞ തവണ ആ രണ്ടില കിടന്നത് UDF-ലാ, ഇപ്പൊ കിടക്കുന്ന LDF-ലാ. അല്ല, എന്നാലും മുന്നണി മാറ്റേ വന്നില്ലേ? മുന്നണിയൊക്കെ ഇങ്ങനെ മാറാവോ? ജയിച്ചു കഴിഞ്ഞിട്ട് മുന്നണിയൊക്കെ മാറാവോ? അതൊക്കെ മാറാം. ഈ രാഷ്ട്രീയം അങ്ങനെയല്ലേ. ഇനിയിപ്പോ BJP പോയാലോ? അപ്പോ BJP പോകുന്നില്ലല്ലോ. കരുണാകരന്റെ മോള് പോയില്ലേ? അവര് കരുണാകരന്റെ മോള് പോയി. ഇനിയും പോകും. കോൺഗ്രസ് ഇനിയും പോകും. കോൺഗ്രസ് ജയിക്കുന്ന MPമാർ ആരൊക്കെ ഇവിടെ ഉണ്ടാവും? ഉറപ്പുണ്ടോ? ഈ മണ്ഡലത്തിലൊരു പ്രത്യേക പ്രശ്നമെന്ന് പറഞ്ഞാൽ വേമ്പനാട്ട് കായൽ സംരക്ഷണത്തിന് ഊന്നൽ കൊടുക്കാൻ കഴിയുന്ന ഒരു പൊതു സമീപനം ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തവണ ഇടതുപക്ഷത്തിന്റെ ചിഹ്നമൊക്കെ പോകുന്നു കേൾക്കുന്നു. അങ്ങനെയൊന്നുമില്ല. വരാൻ സാധ്യത 20 സീറ്റിൽ LDF-ഓ? സാക്ഷാൽ പിണറായി വിജയൻ പറയുന്നില്ല. എന്റെ പൊന്നു ചേട്ടാ, 100% MP ഫണ്ട് വിനിയോഗിച്ച ഇല്ല 4 ലക്ഷം മിച്ചമുണ്ട്. ഇല്ല, ഞാൻ നോക്കി. ഇല്ല, 6000 രൂപയെ മിച്ചമുള്ളൂ. അത്രേ ഉള്ളൂ. അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞു. ഓർപ്പിച്ച്. തീർച്ചയായിട്ടും. ചേട്ടോ, അപ്പുറത്ത് എന്താ പാലത്തിന്റെ പണി തുടങ്ങാത്തെ? അതുകൊണ്ട് ഒരു 10-15 വർഷമായിട്ട് അങ്ങോട്ട് ഈ പാലം കടക്കുവോളോ എന്ന് പറയുന്ന പോലെ ജയിച്ചു പോകുന്നതേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ലേ? ജയിച്ചു പോകുന്നവരെന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ. അതാ ഒന്നും കാണുന്നില്ല. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു പണ്ട്, അപ്പുറം ഇപ്പുറം. ആ ബോർഡിന്റെ അവിടെ ഇപ്പൊ കാടായി. ഇപ്പൊ കാടായി കിടക്കി. എന്ത് ചെയ്യും? ആ MP-യോട് പറയാറ്, MP കാല് മാറിയില്ല. ഇപ്പുറത്തേക്ക് മാറിയാലും MP അല്ലാതാവോ? ആ MP അല്ലെന്ന് ഇവിടെ വന്നിട്ട് ഇന്നുവരെ MP-നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാനും കൂടി വോട്ട് ചെയ്തോ MP-നെ. ഞാൻ പാലത്തിന് സ്ഥലം കാണിച്ചു തരാം. പാലം ഒന്നുമില്ല, അവിടെ ഒരു കാടാണ്. അതുകൊണ്ട് അവിടെയാണ് ഒരു പാലം വരേണ്ടത്. അതാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നാടിനെ സമർപ്പിച്ച മുറിഞ്ഞപുഴ പുതിയ പാലം. ഞാനീ നിൽക്കുന്നത് പഴയ പാലം. ആളുകൾക്ക് ആ തുരുത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാലം വേണ്ടത് അവിടെയാണ്. 15 കൊല്ലമായിട്ട് ആ വാഗ്ദാനം കിടക്കുന്നതിനെ കുറിച്ചാണ് നേരത്തെ ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഈ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവങ്ങൾ പാളിച്ചകളിൽ സത്യൻ മാഷ് പാടി അഭിനയിച്ച ഹിറ്റ് പാട്ട് ഓർമ്മയില്ലേ? പ്രവാചകന്മാരെ പറയൂ. അതുപോലെ തന്നെ പ്രകാശം അകലെയാണോ എന്ന് ചോദിച്ച് ഈ നാട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം. സുമേഷേട്ടാ, എന്തുണ്ട്? ഞാൻ പറയായിരുന്നു സത്യമാഷ് ഇതിലെ പാടി അഭിനയിച്ചു വന്നാണ്. എനിക്ക് പിന്നെ പാടാനോ അഭിനയിക്കാനോ അറിയാത്തതുകൊണ്ട് ചേട്ടൻ തന്നെ ആ പാട്ടെന്ന് പാടുവോ? പ്രവാചകന്മാരെ പറയൂ, പ്രഭാതമകലയാണോ? പ്രപഞ്ചശില്പികളെ പറയൂ, പ്രകാശമകലയാണോ? ഇവിടെ എങ്ങനെയാ, പ്രകാശം അകലെയാണോ? കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. ചേട്ടാ, അന്ന് സത്യമാഷിനെയൊക്കെ കണ്ടായിരുന്നോ ഇതിലെ പാട്ടൊക്കെ എടുക്കാൻ വന്നപ്പോ? 5ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. അപ്പൊ ആ പാട്ടിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു. ആ സിനിമ കണ്ടായിരുന്നോ? സിനിമ ഉണ്ട്. ചെമ്പുതുരുത്തുമ്മ ജങ്കാർ ഫെറി സർവീസ്. ഈ തുരുത്തിലുള്ളവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ, പഞ്ചായത്തിലൊന്ന് പോകണമെങ്കിൽ വരെ ഈ ജങ്കാർ അങ്ങോട്ട് എത്തണം അല്ലേ? അതെ അതെ അതെ. ഇവിടെ പാലം വരുമെന്ന് പറഞ്ഞിട്ട് കൊല്ലം 15ആയി. ആ പാലം ഉണ്ടായിരുന്നെങ്കിൽ നേരെ അങ്ങ് പോകായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും ചിരകാല സ്വപ്നമാണ് ഇവിടുത്തെ പാലം. കാരണം 10,000 കണക്കിന് ആൾക്കാർ താമസിക്കുന്ന
ഒരു ഗ്രാമമാണ് നമ്മുടെ. അപ്പൊ ഈ ഗ്രാമത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കേ ആളുകളുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരുന്നവർക്കാണോ വോട്ട്? എന്താ ഇവിടുത്തെ ഒരു ഇവിടെ പൊതുവെ നല്ലൊരു ഇലക്ഷൻ ചൂടിൽ തന്നെയാണ് ഇപ്പോഴും. ചേട്ടാ, ഇത്തവണ ഈ ജങ്കാർ എടുക്കുന്ന പോലെ ആരുടെ വള്ളമായിരിക്കും കരക്കെടുക്കാൻ പോകുന്നത്? LDF-ന്റെ ആണോ UDF-ന്റെ ആണോ? ഇടതുപക്ഷം തന്നെ പറയാം നമുക്ക്. ആണോ? ചേച്ചി എന്ത് തോന്നുന്നു? വോട്ടൊക്കെ ഉണ്ടോ? വോട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ജങ്കാർ എടുത്ത പോലെ ആരുടെ വള്ളമായിരിക്കും പാർലമെന്റിലേക്ക് കരക്കെടുക്കുക? അതൊന്നും പറയാൻ പറ്റുകയില്ല. ഈ പഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീ വോട്ടർമാരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളെ കുറെ നടത്തിക്കുന്നതല്ലേ ഈ MP ഒക്കെ? ഇവിടെ എന്തെങ്കിലും ചെയ്തു തന്നായിരുന്നു? പാലം വരാന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. പാലം പണിയെന്ന് പറഞ്ഞിട്ട് കുറെ കാലമായില്ലേ? ഇല്ല, കുറെ നാളായി, ഒന്നും ആയിട്ടില്ല. എന്താ വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. എന്താ ഇത്തവണ എങ്ങനെയാ ഇവിടെ സാധ്യത? നല്ലത് ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കും. സ്ഥാനാർത്ഥി നല്ലതായിരിക്കണം. അതെ. രണ്ടിലെങ്ങനെ തളിർക്കുവോ? ഇവിടത്തെ ഇത് വെച്ച് എല്ലാവരുടെ ആഗ്രഹം അങ്ങനെ ആയിരിക്കും. ആണ്. ഒന്നുകൂടെ വരട്ടെന്നാണോ? ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ ഈ ഒരു ജങ്കാറിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി എന്തൊക്കെ ഡെവലപ്മെന്റ് നടത്താൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പാലം മാത്രമേ വരാനുള്ളൂ കേട്ടോ. ബാക്കി വികസനമൊക്കെ MP ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. അമ്മ വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? പിന്നെ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. എല്ലാ വർഷവും ചെയ്യും. ഈ വോട്ട് ചെയ്തിട്ടേ നമ്മുടെ ആവശ്യങ്ങളും എല്ലാം നടത്തി തരുന്നുണ്ടോ? ഒന്നും നടത്തണില്ല. ഒന്നും നടത്തുന്നില്ല. ഒരു പാലം വരേണ്ട ഏറ്റവും അത്യാവശ്യം. ഇതുവരെയും നമുക്കൊരു ഉപകാരവും ചെയ്തിട്ടില്ല. ഇപ്പൊ എത്ര കൊല്ലമായി? എത്ര കൊല്ലമായി? അപ്പൊ ഈ ജങ്കാർ മാറ്റി ഒരു പാലം അടുത്തത് ആര് ജയിച്ചാലും ഇവിടെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. എത്ര കാലമായി മനുഷ്യർ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പെങ്കിലും ഒന്ന് കാണണം അല്ലേ? അപ്പൊ ആ കാത്തിരിപ്പ് ഒന്ന് കാണണം. അങ്ങോട്ടും ഇങ്ങോട്ടും 5 രൂപ വീതം കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ഭാഗത്തുള്ള ആളുകൾ. അവർക്കൊരു പാലം പണിത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് 1-2 വല്ല വർഷം 15ആയി. ഒരു 4 പേര് മുമ്പിലേ കിടന്ന് പയരുന്ന് കാണാറുണ്ട്. എങ്ങനെയുണ്ട് ഫൈറ്റ്? എങ്ങനെയുണ്ട്? കൈയടിക്കൂ. പിന്നെ പക്ഷെ നമ്മുടെ പരിപാടി ഇഷ്ടമാണ്. പരിപാടി ഇഷ്ടമാണ്. ഗംഭീരമാണ്. മീറ്റ് എഡിറ്റേഴ്സിനെ കുറിച്ചാ. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ എങ്ങനെയായി? നല്ല ഭംഗിയായിട്ട് പോകുന്നില്ലേ? ഉഷാറാണ്. അപ്പോഴേ ഇവിടെ ഈ 2 മാറി കിടക്കുന്നത് പ്രശ്നമാവോ? ഒരു പ്രശ്നമില്ല. ഫ്രാൻസിസ് ജോർജിന്റെ ചിഹ്നം എന്താ? അത് ഇത് ഈ നാട്ടിലും ഇല്ലാത്ത ചിഹ്നമല്ലേ. അപ്പൊ എന്ത് ചെയ്യും? അത് 2 തന്നെ. 2 തന്നെ. ജോസ് കുമാണി തോറ്റാലും ചാഴികാടൻ തോക്കില്ല. ഇല്ല, തോൽക്കില്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. അങ്ങനെ എന്താ മുദ്രാവാക്യം? ഉണ്ട്. തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. എന്താണ്? എന്തായി വോട്ടൊക്കെ നടക്കുന്നു. ഞങ്ങളുടെ സാറ് തന്നെ ജയിക്കും. തോമസ് സാർ തന്നെ ജയിക്കും. തോമസ് സാർ ജയിക്കോ? തോമസ് സാർ എന്നാലും ചതിച്ചിട്ട് പോയില്ലേ UDF-നെ? എങ്ങനെയൊക്കെ ചെയ്യാവോ? ഇല്ല. അപ്പൊ വൈക്കത്ത് കൃത്യമായിട്ട് ആ ഒരു ഇടത് രാഷ്ട്രീയം ഇങ്ങനെ വേരോടുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം ഇവിടെ കാണാം. അത് തോമസ് ചാഴികാടന് ബോണസ് മാർക്കായിട്ട് അവിടെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്പ് പഞ്ചായത്തിലാണ്. ഇതാണ്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് മറവൻതുരുത്ത് പഞ്ചായത്താണ്. ഇവിടെ ഓരോ പഞ്ചായത്തിനും ഓരോ പാട്ടൊരുങ്ങുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്തിന്റെ പാട്ടൊരുങ്ങുന്നതേ ഉള്ളൂ. ഒരുങ്ങിയ മറവൻതുരുത്തിന്റെ പാട്ടും കൂടെ നമുക്കൊന്ന് കാച്ചിയാലോ? മടുത്ത് നിൽക്കുമ്പം മനസ്സ് തൊട്ടിട്ട് മറവന്തുരുത്ത് വിളിക്കണ്. നാട്ടുതോടുകൾ ജലനിരത്തുകൾ മാടി മാടി വിളിക്കണ്. മടുത്ത് നിൽക്കുമ്പം മനസ്സ് തൊട്ടിട്ട് മറവന്തുരുത്ത് വിളിക്കണ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വൈക്കത്ത് കൂടിയുള്ള നമ്മുടെ വോട്ട് യാത്ര അതാ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? കായലും പുഴയും തുരുത്തുകളും എല്ലാമുള്ള ഒരു സവിശേഷമായ ഭൂപ്രകൃതിയുള്ള മണ്ഡലമാണ് കോട്ടയം. റബ്ബറിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല, ഇതിൻ്റെ എല്ലാം രാഷ്ട്രീയം ചേർന്ന് കിടക്കുന്ന, ഇങ്ങനെ ഇഴ പിരിഞ്ഞ് കിടക്കുന്ന ആ രാഷ്ട്രീയമാണ് ഇത്തവണ ചർച്ചയാകുന്നതും വോട്ടായി മാറുന്നു. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക്. പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന ഓരോ റോഡും അയിത്തമുള്ളതായി പറയപ്പെടുന്നവർക്കായി സഞ്ചാരയോഗ്യമാക്കാൻ അധികാരവും അവകാശവും ഉള്ളതാകുന്നു. പൊതുജന സ്പീക്കിംഗ് വൈക്കത്തേക്ക് എത്തുമ്പോൾ ഗാന്ധിജി പറഞ്ഞ ഈ വാക്കുകൾ ഓർത്തെടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?
100 വർഷം ആവുകയാണ് വൈക്കം സത്യഗ്രഹം നടന്നിട്ട്. 603 ദിവസമാണ് അയിത്തോച്ചാടനത്തിനെതിരെ ഏറ്റവും വലിയ സമരം ഈ ഭൂമിയിൽ നടന്നത്. അപ്പോൾ ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് പോയി അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ട ആ MP ആരെന്ന് നമുക്കറിയണ്ടേ? ആളുകളോട് ചോദിക്കാം, എന്താണ് പൊതുജനത്തിന് പറയാനുള്ളത്? സത്യഗ്രഹത്തിന്റെ 100ാം വാർഷികമാണെന്ന് ഞാൻ പറയായിരുന്നു. അപ്പൊ ഇപ്പോഴും ഈ അയിത്തമെന്ന് അത് മറ്റൊരു രീതിയിൽ നിൽക്കുകയാണ്. അതിനെതിരെയൊക്കെ പാർലമെന്റിലേക്ക് ശബ്ദിക്കാൻ ആരെയാ വിടുന്നേ? ഇവിടെ പിന്നെ LDFന്റെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കത്തുള്ളൂ. പണ്ടത്തെ UDFന്റെ ആളാ. നിലപാടുകളിലാണല്ലോ, അതാണല്ലോ LDFിലോട്ട് ചാഴികാടൻ വന്നത് തന്നെ. ആണ്. ആ നിലപാട് എപ്പോഴും നിലപാടിൽ ചാഴികാടന് ചാഞ്ചാട്ടമില്ല. ഒരു ചാഞ്ചാട്ടമില്ല. പാർട്ടി ചാടിയപ്പോഴത്തേക്കും ജോസ് കെ മാണിക്കൊന്ന് കാലിടറി. ചാഴികാടൻ ഇടറോ? ഒന്നുമില്ല, ഒരു കാലിടർച്ചയും വൈക്കത്തിന്റെ മണ്ണിലുണ്ടാവില്ല. പാലായോ അങ്ങനല്ലേ പറഞ്ഞു? അല്ലല്ല, ഇത് വൈക്കം സത്യാഗ്രഹത്തിന്റെ മണ്ണ. ജാതി വിളംബരങ്ങൾക്ക് എല്ലാ കോമള പൊട്ടങ്ങളെയും തകർത്തെറിഞ്ഞ ഒരു സമരത്തിന്റെ ചരിത്രമുള്ള നാടാണ്. ആ ചരിത്രത്തെ പേറിയാ ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ രണ്ടിലെ നിങ്ങളിങ്ങ് പറിച്ചെടുത്തു. ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെ കോട്ടയത്തെ പാർലമെന്റിലേക്ക് വീണ്ടും പോകും. ഇവിടുന്ന് ആര് മത്സരിച്ച് പോയാലും അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഒന്ന് തന്നെ ഇന്ത്യ മുന്നണിയാണ്. പിന്നെ ഇവിടെ കിടന്ന് ഈ തമ്മിലടിക്കേണ്ട കാര്യമില്ല. ഒരാളെ മത്സരം വേണ്ട, ഒരാളെ മത്സരിപ്പിക്കാൻ അതെനിക്കറിയില്ല. കഴിഞ്ഞ വർഷം തോമസ് ചാഴിക്കാടനെ ജയിപ്പിച്ചു വിട്ടു, രണ്ടാമത് കാലുവാരി ഇങ്ങോട്ടായി. അപ്പൊ അതുകൊണ്ട് കാലുവാരിയതിന് തിരിച്ചടിക്കുമോ? തിരിച്ചടിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, രഹസ്യമോ? ചേട്ടൻ കഴിഞ്ഞ തവണ തോമസ് ചാഴികാടനാണോ വോട്ട് ചെയ്തത്? അല്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. കുറ്റബോധം ഉണ്ടോ കഴിഞ്ഞ തവണ ചെയ്യാത്തതിൽ? ഇല്ല, തോന്നണില്ല. എന്ന് പറഞ്ഞാൽ 100% ഇവിടെ MP ഫണ്ട് ഉപയോഗിച്ചൊരു MP പുള്ളി മാത്രമേ ഉള്ളൂ. എന്താ ഏട്ടാ? അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ കേട്ടു, ഞാൻ കേട്ടു. പറഞ്ഞിട്ട് ചേച്ചി കേട്ടില്ലേ പറഞ്ഞത്? നമ്മള് പറയുമ്പോ പൂർത്തിയായിട്ടും എന്ത് തലകോണ കേസ് കേട്ടായാലും ധൈര്യമായിട്ട് പറയാം. ആണ്, ചേച്ചിയെ കണ്ടോ? എന്റെ മനസ്സിലൊന്നുമില്ല, എന്റെ മനസ്സിൽ തന്നെ ഞാൻ ഇടതുപക്ഷം. ഈ ചാട്ടത്തെ കുറിച്ച് എന്താ പറയാ? ചാട്ടത്തെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കണം. രണ്ടിലേം പറിച്ചോണ്ടാ ചാടിയെ? രണ്ടിലേം പറിച്ചോണ്ട് ചാടിയോണ്ട് പ്രയോജനപ്പെടാൻ സാധ്യത കുറവാണ്. മറിയും. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ബാധിക്കോ ഇത്തവണ തെരഞ്ഞെടുപ്പില്? ഒരു ശൂന്യത തന്നെയല്ലേ? ചാണ്ടി സാറിന് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, രാഷ്ട്രീയമായിട്ട് ഇഷ്ടമല്ല. അതാണ് പുതുപ്പള്ളിക്കാർക്കെന്നല്ല കോട്ടയംകാർക്കൊക്കെ ചാണ്ടി സാറിന് ഇഷ്ടമാണ്. അത് രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ, ചാണ്ടി സാറിനോടുള്ള ഇഷ്ടമാണ്. ജാതി വ്യവസ്ഥയെക്കുറിച്ച്, ജാതി സെൻസസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഈ സത്യഗ്രഹ സ്മാരകത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സത്യഗ്രഹം നടന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 100 വർഷമാവുകയാണ്. ഇന്നും ആ വിഷയങ്ങളൊക്കെ മറ്റൊരു തരത്തിൽ ചർച്ചയാവുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാനതിൻ്റെ ഒരു പ്രസക്തമായൊരു 4 വരി ഒരു കവിത പാടാം. കാരണം അത് സംസാരത്തേക്കാൾ അത് ഇതിൽ ആകുമെന്ന് എനിക്ക് തോന്നുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആമചാടിത്തേവൻ എന്ന് പറഞ്ഞ സത്യാഗ്രഹ സേനാനി, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ചുണ്ണാമ്പെഴുതിയ ഒരു കാലമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു നാടകം, ആമചാടിത്തേവൻ എന്ന് പറഞ്ഞൊരു നാടകത്തിലെ ഒരു 4 വരി ഞാൻ പാടാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ചെയ്തോരബദ്ധങ്ങൾ ഇന്നത്തെ ആചാരമാക്കിയ ന്യായാസനങ്ങളെ ന്യായം പഠിപ്പിച്ചു നേരെ നടത്തുവാൻ നരകർമ്മധൈര്യം തെളിച്ചതാണീ വഴി. സത്യഗ്രഹത്തിൻ്റെ സൗമ്യപാദങ്ങൾ ഉറച്ചു ചവിട്ടി നടന്നു പോകെ തീണ്ടൽ പലകയും തമ്പുരാന്മാരുടെ തണ്ടുമൊടിഞ്ഞന്നു വീണിവിടെ. പെരിയാർ ഉയർത്തിയ ദ്രാവിഡ പേച്ചുകൾ സ്വാഭിമാനത്തിൻ്റെ ഗീതയായി ഉയരെ മുഴങ്ങിയ കാലമേ നീ തീർത്ത സ്മാരകശിലകൾ സചേതനങ്ങൾ, സ്മാരകശിലകൾ സചേതനങ്ങൾ. ശരിക്കും ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, അങ്ങനെ പ്രീണിപ്പിച്ച് പ്രത്യേക വോട്ട് ബാങ്കുകൾ അതിനെയൊക്കെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ജാതി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലൊരു ആയുധമായി മാറുന്നതാണ്. ഇപ്പോൾ ഈ 100 വർഷം പൂർത്തിയാകുമ്പോൾ വൈക്കം സത്യഗ്രഹം നടന്നത് എന്തിനു വേണ്ടിയാണോ അതിന്റെ ലക്ഷ്യത്തെ അച്ചടക്കുകയാണ്. ആകാൻ പാടില്ല. ഈ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആയി പോകുന്നുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം വേണം. കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരനഗരി, അതോടൊപ്പം തന്നെ കലാകാരന്മാരെ, കലയെ, സാഹിത്യത്തെ ഒക്കെ സ്നേഹിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. എനിക്കൊപ്പം ഉള്ളത് വൈക്കം മാളവികയുടെ അമരക്കാരനാണ്. സ്വാഗതം ചേട്ടാ.
ഇപ്പൊ എത്ര കൊല്ലായി മാളവിക എന്ന് ഞാൻ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ്. വൈക്കം മാളവിക എന്ന് പറയുന്ന നാടക ട്രൂപ്പ് ഉണ്ടായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 60 വർഷം കഴിഞ്ഞു. കേരളത്തിൽ അന്ന് ഉണ്ടായിരുന്ന KPSC കാളിദാസ കലാകേന്ദ്രം, അത് കഴിഞ്ഞ് വൈക്കം മാളവികയാണ്. ഇപ്പോൾ ഞാൻ ഈ നാടകരംഗത്തേക്ക് വന്നിട്ട് ഏകദേശം 50 വർഷമായി. കോട്ടയത്തെ കേരള കോൺഗ്രസ് ഒരു കേക്കോ പോരാട്ടമാണ്. അപ്പോൾ ഈ തോമസ് ചാഴികാടൻ ഈ മാറി വന്നത് അതൊരു നാടകത്തിനുള്ള ഒരു ചേരുവയുണ്ടോ? അതിൽ ഉണ്ടെന്ന് പറയാം. പാലായിൽ പാളി, പാലായിൽ പാളിയെങ്കിലും കോട്ടയത്ത് പാളില്ല. രണ്ടിലെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഗുണാവും. വൈക്കത്തെ പൊതുവെ LDFന് ഒരു അനുകൂല വികാരമാണല്ലോ. അപ്പോൾ ഇത്തവണ ചാഴികാടന് വൈക്കം മൊത്തത്തിൽ അങ്ങ് പോൾ ചെയ്ത് കൊടുക്കും? ഇല്ല, ആ സാഹചര്യമൊക്കെ മാറി. ഇപ്പോൾ വൈക്കം UDFൻ്റെ നല്ല ഭൂരിപക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് 1 ലക്ഷത്തിൽ മേൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. പാലായിലായിരിക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ശ്രീ ഫ്രാൻസിസ് ജോർജിന് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക. ഞങ്ങളെ ചതിച്ച ആൾക്കിട്ട് തിരിച്ചൊരു പണി കൊടുക്കാൻ അവസരം കിട്ടിയത് ഈ 5 വർഷത്തിന് ശേഷം അത് ഞങ്ങൾ ഉറപ്പായിട്ട് നിർവഹിച്ചിരിക്കും. അപ്പോൾ പണി വരുന്നുണ്ട് തോമസ് ചാഴികാടന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ വോട്ട് യാത്ര ഇപ്പോൾ വെള്ളൂരിലാണ്. വെള്ളൂരിൽ റബ്ബറിന്റെ രാഷ്ട്രീയമുണ്ട്, അതോടൊപ്പം തന്നെ മലയോര മേഖലയുടെ രാഷ്ട്രീയമുണ്ട്, കൃഷിക്കാരന്റെ രാഷ്ട്രീയമുണ്ട്. ഇവിടുത്തെ വോട്ട് എങ്ങനെയാണ് ചിതറിക്കിടക്കുന്നത്? നിങ്ങളൊക്കെ നിൽക്കുന്നത് പോലെ ഓരോരുത്തർക്കും പ്രത്യേക രാഷ്ട്രീയമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് പെൻഷൻ കാശ് കിട്ടുന്നില്ല, കഷ്ടമാണ്, കഷ്ടത്തിൽ നിൽക്കുവാണ് ഇപ്പം. ചേട്ടൻ തീരുമാനിച്ചോ? ഞാൻ തീരുമാനിച്ച് നേരത്തെ വെച്ചേക്കുക. നേരത്തെ വെച്ചിരിക്കുക. ഇനിയിപ്പോ പെൻഷൻ കുടിശ്ശിക കിട്ടിയാലോ തീരുമാനം മാറുമോ? ഇല്ല, അത് മാറില്ല. അത് നമുക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും. 2 പോയല്ലോ, ഇനി എന്നാ ചെയ്യും? 2 പോയതെങ്കിൽ ഇവിടെ ഒരു വിഷയമല്ല. കാരണം 2 ജയിപ്പിച്ച് UDF ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ നന്ദി പറയാൻ പോലും ഇവിടുത്തെ MP തയ്യാറായില്ല. നിങ്ങളിപ്പോ ബോർഡ് വെച്ചിട്ടുണ്ടോ നന്ദി വീണ്ടും വരിക? ഞങ്ങളാ അവർ നന്ദി വീണ്ടും, കാരണം അവരെ ഞങ്ങൾ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞു വിട്ടു. ഇവിടെ എങ്ങനെയാ വോട്ട് എങ്ങനെയാ മറിയുവോ? വോട്ട് മറിയല്ലേ? 2 മറിഞ്ഞല്ലോ. 2 അവർ പറഞ്ഞു പോണല്ലേ. എവിടെ കാജാണെന്ന് അങ്ങോട്ട് പറയും. അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ജയവും കൂടെ കൊണ്ടുപോവോ? ജയം കൊണ്ടുവന്നത് ജയ വോട്ട് ഇവിടെ തന്നെയാണ്. UDFന്റെ വോട്ട് കൊണ്ട് ജയിച്ചു പോയതാ. അത് ജയം കേരള കോൺഗ്രസ് എമ്മിനല്ലാതെ വലിയ വോട്ടൊന്നും ഇല്ലേ? തീർച്ചയായിട്ടും ഇല്ല. മാണിയായിരുന്നപ്പോൾ മാണിസാറിനെ മുഴുവൻ തിരിച്ച് വിളിച്ച് കള്ളനാന്ന് പറഞ്ഞവരെ കൊടുത്ത് വീണ്ടും പിന്നെ ഇവർ അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ പഴയ 2 പഴയ 2 ഇപ്പൊ എന്തോ? ഇപ്പൊ ഞാൻ 3 പോയി. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 10-14 മാസത്തോളായി. 14 മാസോ? ചുമ്മാ പറയല്ലേ. നിർമ്മാണ തൊഴിലാളിയാണ് ഞാൻ. അതിന്റെ പെൻഷൻ കിട്ടിയിട്ട് 14 മാസമാകാൻ പോകും. ചാഴികാടൻ വേറൊരു കേരള കോൺഗ്രസിൽ നിന്ന പുള്ളിയാണ്. ആ പുള്ളി അങ്ങനെ മറുകണ്ഠം ചാടി ഇപ്പൊ നിൽക്കുന്നത്. ഇവരുടെ വോട്ട് കൊണ്ടാ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. അപ്പൊ ഇത്തവണ പോയത് കൊണ്ട് ഗുണമൊന്നുമില്ല. ഗുണമുണ്ടോന്ന് ചോദിച്ചാൽ ഇത്തവണ പൊളിയാ. എനിക്ക് പറയാനുള്ള പെൻഷൻ കാശ് ഇതുവരെയും കിട്ടിയിട്ടില്ല. വോട്ട് ചോദിച്ചു വരുമ്പോ എന്നാ പറയും? വോട്ട് ചോദിച്ചു വരുമ്പോ അന്നേരം പറയും മറുപടി. അന്നേരം ശരിക്കും മറുപടി പറയും. ശരിക്കും മറുപടി പറയും. സൂക്ഷിച്ചോ വരുമ്പോ. അതെ, ചിലപ്പോ കൊല്ലുമെന്നറിയാൻ പറ്റും. അയ്യോ, കൊല്ലാനൊന്നും പാടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളാണ്. അവർക്ക് എന്നതാ വേണ്ടതെന്ന് അറിയാം. അത് കാരണം ഇല 2 വാലോ ആയാലും കുഴപ്പമില്ല. UDFന്റെ ആള് ഇവിടെ ജയിക്കും. UDFന്റെ ആള് പോയ ചാഴികാടനുള്ള മുദ്രാവാക്യം എന്താ? ചാഴികാടന് ഇനി ഈ കോട്ടയത്ത് നിന്ന് ഞങ്ങൾ കണ്ടുപോരുന്നു വിട്ടുപോകാന്ന് പറയും. എന്തോ ചേട്ടാ, ഈ കഴിഞ്ഞ തവണ ഞങ്ങളൊക്കെ ചാഴികാടന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് ഒരു നന്ദി പറയാൻ പോലും ഈ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാത്ത. എങ്ങനെ പറയും? 1 കൊല്ലം കഴിയുമ്പോ പോയില്ലേ? ഈ അവസാനം പറയാൻ പിണറായി വിജയൻ ഭരിച്ചിരിക്കണം. അവസാനം പറയാൻ. കാരണം എല്ലാം നശിച്ചു പോകണം. അയ്യോ, അങ്ങനെ പറയല്ലേ. LDFന്റെ സ്വന്തം വോട്ടുകൾ തന്നെ ജയിച്ചേക്കണതാ. അല്ലാണ്ടും പക്ഷപാതം പരമായൊന്നുമല്ല. എന്തോ തോന്നുന്നേ? ഇവരിവിടെ 2 പിളർന്നു. കാലുവാരി അപ്പുറത്ത് പോയി എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ കൂട്ടം കണക്കാക്കാൻ. എല്ലാവരും കണക്കാക്കാൻ. അപ്പൊ ജനം തീരുമാനിക്കട്ടെ. ചേട്ടാ, ഇത്തവണ ചാഴികാടന്റെ ഭാഗത്തിന് തൂക്കം കൂടുവോ? 2 കൂട്ടരും ഒരുപോലെയല്ലേ നിൽക്കണേ ഇവിടെ? ആണോ? എണ്ണി തീരുമ്പോഴത്തേക്ക് എങ്ങോട്ടായിരിക്കും? എണ്ണി തീർന്നെങ്കിലേ പറയാൻ പറ്റൂ. വോട്ട് ചോദിക്കാൻ വരുന്നവർ ഈ വോട്ട് വിഷയങ്ങൾ കൂടി പരിഗണിക്കണം. നമ്മൾ കോട്ടയം മണ്ഡലത്തിലെ വെള്ളൂരിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോവുകയാണ്. കൂടുതൽ വോട്ട് വർത്തമാനം കേൾക്കാം. ജനങ്ങൾക്ക് പറയാനുള്ള അവരുടെ പ്രശ്നങ്ങൾ പറയാം.
കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് യാത്ര ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെത്താതെ പൂർണ്ണമാകില്ല. ഉമ്മൻചാണ്ടി ഇല്ലെങ്കിലും പുതുപ്പള്ളിക്ക് ചാണ്ടി സാർ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പിന് ചാണ്ടി സാർ ഇല്ല. അതെ, ചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രോത്സാഹനമായിരുന്നു. ചാണ്ടി സാർ ഇല്ലാത്ത കോട്ടയം മണ്ഡലം എന്ന് പറയുമ്പോഴേക്കും തോമസ് ചാഴികാടൻ അപ്പുറത്തുമാണ്. എങ്ങനെയായിരിക്കും ഇത്തവണ? തീർച്ചയായിട്ടും ചാഴിക്കാരൻ്റെ അനുകൂലമായിട്ടായിരിക്കും. UDF ജയിക്കും. രണ്ടിലെ പോയത് അതുപോലത്തെ ഭരണമല്ലേ ഭരിക്കുന്നത്. പിന്നെ ചാണ്ടി സാർ ഇല്ലേലും നമ്മുടെ പാർട്ടി ജയിക്കും. കോൺഗ്രസിന് പാടാവോ? അറിയത്തില്ല. UDF എല്ലാം ഇപ്പോൾ എവിടെ നോക്കുമ്പോഴും മറ്റേ LDF കാണിക്കുന്നത്. UDF ജയിക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. കൂടുതൽ സാധ്യത UDF-നാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഇടുക്കിയിലും സാധ്യത UDF-നാണ്. ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്ത പിന്നെ സാറ് പോയിട്ട് ചാണ്ടിയുമ്മൻ്റെ വിജയം കണ്ടില്ലേ? തീർച്ചയായിട്ടും അത് തന്നെ ആവർത്തിക്കും ലോക്സഭ ഇതിലും. ചാണ്ടി സാറിനെ പണ്ട് കാണാനൊക്കെ വരുമായിരുന്നോ? ഞങ്ങളുടെ എവിടെയൊക്കെ വരുമ്പം കാണും. അല്ല, ഇവിടെ ഇഷ്ടമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി തിരിവെച്ച് പ്രാർത്ഥിച്ചാണ് പല സ്ഥാനാർത്ഥികളും ഇക്കുറി പ്രചാരണം തുടങ്ങിയത്. ഉമ്മൻചാണ്ടി ഇന്നും ഒപ്പമുണ്ട്. ആ കരുത്തിൽ മുന്നോട്ട് പോകാമെന്ന പ്രതീക്ഷയോടെയാണ് ആ സ്ഥാനാർത്ഥികളൊക്കെ നിൽക്കുന്നത്. കോട്ടയത്ത് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് UDF-ന് എത്ര എളുപ്പമാകും? ഈ കടമ്പ കടക്കാൻ കഴിയുമോ? രണ്ടില അപ്പുറത്തേക്ക് മാറിയത് ആർക്കാണ് ഗുണം ചെയ്യുക? പാലായിൽ നേരിട്ടതുപോലെ ഒരു തിരിച്ചടിയാണോ തോമസ് ചാഴികാടനെ കാത്തിരിക്കുന്നത്? കോട്ടയം കേരള കോൺഗ്രസുകളുടെ കരുത്തേറിയ പോരാട്ടത്തിലാണ് ഇക്കുറി സാക്ഷ്യം വഹിക്കുന്നത്, അതും ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ്. പുതുപ്പള്ളി പള്ളിയുടെ പടിക്കെട്ടിറങ്ങി താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ കോട്ടയം മണ്ഡലത്തിന്റെ വിശാലതയായി. ആ വിശാലതയിൽ ഇത്തവണ രണ്ടിലെയും കയ്യിലേന്തി തോമസ് ചാഴികാടനും മറുഭാഗത്ത് UDF-ന് വേണ്ടി ഫ്രാൻസിസ് ജോർജും. കരുത്തരായ രണ്ട് കേരള കോൺഗ്രസുകാരുടെ പോരാട്ടമാണ് ഇക്കുറി. മറുഭാഗത്ത് NDAയുടെ തുഷാർ വെള്ളാപ്പള്ളിയുമുണ്ട്. ആളുകളുടെ പ്രതികരണം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിലും വോട്ട് മാറും, അടിയൊഴുക്കുണ്ടാകും. ആ അടിയൊഴുക്കിൽ ആര് വാഴും ആര് വീഴുമെന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരുന്നേ മതിയാകും. പൊതുജന സ്പീക്കിംഗ് പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് നമ്മൾ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അടുത്ത ദിവസം.